അപ്പൊ എങ്ങനെയെങ്കിലും ഇനി അനീഷുമായിട്ട് ഒരു കോംബോ പിടിക്കണം. കക്കൂസ് കഴുകാൻ അവർക്ക് പറ്റത്തില്ല, അത് പോയി കഴുകി കൊടുക്കാൻ ഒരു അടിമ. പാത്രം കഴുകാൻ പറ്റത്തില്ല, അത് പോയി കഴുകി കൊടുക്കാൻ ഒരു അടിമ. ഇങ്ങനത്തെ വർത്തമാനത്തിലൊക്കെയാണ് അവിടെ ഒരാൾ ഹോസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ജിസേലിനോട് ഇങ്ങനെ സോഫ്റ്റ് കോർണറൊക്കെ കാണിക്കുന്നത്. എന്താ വെച്ചാൽ ആ ചങ്ക പൊട്ടിയിൽ വീണ് പോയ ഒരാളാണ് ഇവൾ. അവനെ ഒരു സാരിത്തും പതി കളഞ്ഞു. ലാലേട്ടൻ ഇങ്ങനെ ഒരു ആവേശത്തോടു കൂടി ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുന്നത്. ജിസേലിന് വിളിച്ചാല് മൊത്തം മുഴുക്കത്തില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയത് മുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വീട്ടിലുള്ളവർ മനസ്സിലാക്കാൻ താമസിച്ചു പോയതുമായ ഒരു കാര്യം മറ്റൊന്നുമല്ല, ആര്യനെയും ജിസേലിനെയും പറ്റിയാണ്. ജിസേൽ ആര്യനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. അല്ലെങ്കിൽ ജിസേലിന് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പുറകെ അക്ബർ, ഒനീല്, ഈ പറയുന്ന അബി, ഇവരെല്ലാവരും, അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, കൂടുതലും ജിസേൽ ചെയ്യുന്ന തെറ്റുകൾ അതുവരെ അവിടെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് എതിർ നിൽക്കുന്ന ആൾക്കാര് ആരാണെങ്കിലും അവരെ കോർണർ ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും അവിടെയുള്ള വീട്ടുകാർക്ക് ഏകദേശം ഇപ്പോൾ ജിസേലിന്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. ഇത് പറയാൻ കാര്യം, അബിയും ഒനീലും കൂടി ഒന്ന് സംസാരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ജിസേലിന്റെ വീരകഥകൾ. ജിസേൽ ആര്യനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ജിസേലിന്റെ അടിമയാണ് ഈ പറയുന്ന ആര്യൻ. ജിസേൽ ആര്യനെ ഉപയോഗിച്ച് ഒരു പണിയും ചെയ്യാതെ എല്ലാ പണിയും ഈ പറയുന്ന ആര്യനെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നൊക്കെ അവരിന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ മറന്നുപോയ ഒരു കാര്യമുണ്ട്, ഇവരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് വരെ മനസ്സിലായത് ഇവരെ ഇങ്ങനെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ ആ ഫുഡ് കൊടുക്കുന്ന കാര്യം, ഈ ഫുഡ് കൊടുക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ ചോദിച്ച ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവർക്ക് കുറച്ച് കത്തിയത്. അതിനുശേഷം വെളിയിൽ നിന്ന് വന്ന ശോഭ ഈ പറയുന്ന ആര്യനെയും കൊണ്ട് ബാക്കിൽ ഇങ്ങനെ സാരിയുടെ തുമ്പ് പിടിപ്പിച്ചുകൊണ്ട് നടന്നത്, ഇതെല്ലാം അവിടെ ചർച്ചയായി. അത് ഈ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ മനസ്സിലായി ഇവിടെ ഫുള്ള് നെഗറ്റീവാണ് എന്നുള്ളത്. ജിസേൽ നെഗറ്റീവാണ്, ആര്യൻ നെഗറ്റീവാണ് എന്നുള്ളത്. പക്ഷെ അത് അവിടെ ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറച്ചു പേരുണ്ട്. പിന്നെ മനസ്സിലായിട്ടും മനസ്സിലാകാതെ നടിക്കുന്ന കുറച്ചു പേരുണ്ട്. അതിനകത്ത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ജിസേലിന്റെ ഗെയിം ആയിരിക്കാം അത്. ആര്യനെ അങ്ങനെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജിസേലിന്റെ ഗെയിം ആയിരിക്കാം. പക്ഷെ അവിടെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടേക്കുന്ന മറ്റൊരാളുകൂടി ഉണ്ട്, ഈ പറയുന്ന അക്ബർ. ഇപ്പോഴും സാരിത്തുമ്പിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്, നിങ്ങളും കണ്ടു കാണും. ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിരുന്നു. അക്ബർ അവിടെ നോമിനേഷനെ കുറിച്ച് ഈ അബിയും ഒനീലും ഒക്കെ സംസാരിക്കുമ്പം, അവരുടെ കൂട്ടത്തിൽ സംസാരിക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മുഖം കാണണം, ദേഷ്യം വരും, ദേഷ്യത്തിൽ വന്ന് നമ്മളോട് പ്രതികരിക്കും, എനിക്കതൊന്നും കാണാൻ വയ്യ എന്ന് പറയുന്ന ഒരു അക്ബറിനെ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒനീലിന് കൃത്യമായിട്ട് ഒനീലും അബിയും കൂടി സംസാരിക്കുന്നുണ്ട് ഈ ജിസേലിനെ പറ്റി. നമുക്ക് അതൊന്ന് കേൾക്കാം. ഒന്നെങ്കിൽ അവൻ പോണോന്നല്ല, അവൻ നല്ലൊരു കണ്ടസ്റ്റന്റ് എന്റെ അഭിപ്രായത്തിൽ. പക്ഷെ ഇവള് ഇങ്ങനെ അവനെ ആക്കരുത്. ഇവൾ അവനെ ഒരു സാരിത്തും പതി കളഞ്ഞു. അതല്ലേ, അതുകൊണ്ടാണ് ആ ടാസ്ക് തന്നെ കൊടുത്തത്. ഇവനെ ചിന്തിക്കാനുള്ള ബോധമില്ലെന്ന് പറഞ്ഞു. അത് സത്യമാണ്. അവന് ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സാരിത്തുമ്പ് എന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെ കൊടുത്തത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ആ പൊട്ടന് മനസ്സിലാവത്തില്ല എന്നുള്ളത്. എന്തായാലും ആ പൊട്ടന് അതാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ വെളിയിൽ സംസാരമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ ആര്യനും ജിസേലും കൂടെ സംസാരിച്ചിരുന്നു. അത് വാക്കാൽ ആരോ പറയുന്നത് കേട്ടതാണ്. അവിടെ വന്ന ശോഭ തന്നെയാണ് ഈ പറഞ്ഞേക്കുന്ന ആര്യനെ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ശോഭയും ആര്യനും തമ്മിൽ ഒരു ചേച്ചി അനിയൻ ബന്ധം, ആ ബന്ധത്തിന്റെ മേളിൽ ഇപ്പോഴും വന്നിരുന്ന് വെളുപ്പിക്കുന്നുണ്ട് വെളിയിൽ. അത് മറ്റൊരു സത്യം നമ്മളെല്ലാരും കണ്ടു കാണും. ശോഭ പറയുന്നുണ്ട്, ഞാൻ അനുമോളുടെ ബെഡിൽ കിടന്ന് ഇങ്ങനെ നോക്കി, അങ്ങനെ നോക്കി, ചരിഞ്ഞു നോക്കി, ഒന്നും കാണത്തില്ലെന്ന്. ചേച്ചി എന്തായാലും അനിയനെ വെളുപ്പിക്കാൻ വരുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. അപ്പൊ അവിടെ പോയിട്ട് തന്നെ ശോഭ ഫുള്ള് നെഗറ്റീവിലാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടെ വന്ന് കിടന്ന് ന്യായീകരിച്ച് മെഴുകി ഒരു പരുവത്തിലായിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ഈ പറയുന്ന ഒനീല് പറയുന്നുണ്ട്, അബി അവിടെ പറയുന്നുണ്ട്, ഈ പൊട്ടൻ അത് മനസ്സിലാവത്തില്ല, ഇവനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ആ സാരി തുമ്പ് പിടിപ്പിച്ചത് എന്നുള്ളത്. അത് കറക്റ്റ് കാര്യമാണ്. അവളുടെ അടിമ. കക്കൂസ് കഴുകാൻ അവൾക്ക് പറ്റത്തില്ല, അത് പോയി കഴുകി കൊടുക്കാൻ ഒരു അടിമ. പാത്രം കഴുകാൻ പറ്റത്തില്ല, അത് പോയി കഴുകി കൊടുക്കാൻ ഒരു അടിമ. തുണി കഴുകാൻ അവൾക്ക് പറ്റത്തില്ല, അത് കഴുകി കൊടുക്കുന്ന ഒരു അടിമ. ഇങ്ങനെ അടിമയായിട്ടൊരു നല്ലൊരു കണ്ടസ്റ്റന്റിന്റെ ഒരു കരിയർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണത്. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോട്ടെ എന്നും പറഞ്ഞാണ് പൊട്ടിയത് അവന്. അതാണ്, അവനൊരു അടിമയാണ്. ജിസേലിന്റെ ഡ്രസ്സ് അലക്കി കൊടുക്കുക, പാത്രം കഴുകി വെക്കുക, അതുപോലെ തന്നെ ഗ്ലാസ് കഴുകി വെക്കുക, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തടത്തെല്ലാം, ഇപ്പൊ ടോയ്ലറ്റ് ക്ലീനിങ് ആണെങ്കിൽ അവിടെ പോയി ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ടോയ്ലറ്റ് ക്ലീനിങ്ങിലായിരിക്കാം ചിലപ്പോൾ ജിസേല്. അപ്പൊ അവിടെ പോയിട്ട് ജിസേല് പറയും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ പോയി കഴുകി കൊടുക്കുക. അപ്പൊ ഇവനൊരു അടിമയായിട്ട് തന്നെയാണ്. നമ്മളിതൊക്കെ ആദ്യം പോലെ പറയുന്നതാ. ഈ അടിമത്തത്തിൽ നിന്ന് മാറിപ്പോയ ആൾക്കാരാണ് ഇപ്പോൾ ഇവര്, സത്യം അറിഞ്ഞ് മാറിയവർ.
ആ മാറിയവരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവരൊക്കെ ആദ്യം ഇവരും അടിമകളായിരുന്നു ഈ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. അപ്പൊ എന്തായാലും പറയുന്നുണ്ട് അവന്റെ ഒരു കരിയർ തന്നെ അവർ നശിപ്പിച്ചു എന്നുള്ളത് കറക്റ്റ് കാര്യമല്ലേ? ഇവനെ ഒരു പാവാടത്തുമ്പെന്നാണ് അറിയപ്പെടുന്നത്. ഈ ആര്യൻ ജിസേൽ എന്നുവെച്ചാൽ ജിസേൽ ആര്യനെ വെച്ച് ഗെയിം കളിക്കുന്നു. പക്ഷെ അവിടെ മൊത്തവും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ജിസേലിനേക്കാൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ആര്യനാണ്. പക്ഷെ ആ പൊട്ടൻ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആര്യൻ വെളിയിൽ പോകട്ടെ എന്നാണ് അവിടെ അബി പറയുന്നത്. ജിസേൽ തന്നെയാണ് ഈ അനുമോൾക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും എല്ലാം ഈ ജിസേലിന് ഇഷ്ടമില്ലാത്തവരുടെ അല്ലെങ്കിൽ ജിസേലിന്റെ ഗ്യാങ്ങിൽ പെടാത്തവരുടെ ഇടയിലേക്ക് ഈ ആര്യനെ തള്ളിവിടുന്നത് ഓരോ പ്രശ്നങ്ങളിലേക്ക്. ജിസേലിന് വേണ്ടി അവിടെ സംസാരിക്കുന്ന ആരാണ്? ആര്യനാണ്. അത് അവര് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എന്നെ ഉപയോഗിക്കുവാണ് എന്നുള്ളത്. പക്ഷെ മറ്റുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, അവിടെ ഇപ്പോഴും മനസ്സിലായിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത ഒരാൾ അവിടെ ഉണ്ട്. നിങ്ങൾ ഓർക്കണം, മറ്റുള്ളവരുടെ വിഷയങ്ങളിലേക്ക് കയറി ഭയങ്കരമായി പ്രതികരിക്കുന്ന ഭയങ്കര നീതിമാനായ ഒരാൾ അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര നീതിമാനാണ് പുള്ളി പറയുന്നത് വെച്ചിട്ട് പുള്ളി നീതിയുടെ ഭാഗത്തേ നിൽക്കൂ. പുള്ളി പറയുന്നതാണ് ശരി. മനസ്സിലായി കാണുമല്ലോ. അക്ബറിന് ഇപ്പോഴും ജിസേൽ എന്ന് എഴുതി കാണിച്ചാൽ ഭയമാണ്. നമ്മൾ പറയാനുള്ളത് പറയും. നമ്മളിവിടെ ഒരുത്തന്നെ ബിയറെ പേടിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. നാളെ എനിക്ക് എന്തായാലും പുറത്ത് ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ പുറത്ത് എന്തായാലും നല്ല തട്ട് കിട്ടും. പക്ഷെ അതല്ല, ഇനി അത് നോമിനേഷൻ റൂമിന്റെ കാര്യമല്ല, ഇനി അത് നേരിട്ടുള്ള കളിയാണ്. കൊടുക്കും ഞാൻ. ഇനിയെല്ലാം നേരിട്ടുള്ള കളിയാണ്, കൊടുക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അബി. എന്ന് വെച്ചാൽ ജിസേലിനെതിരെയാണ് ഇപ്പം ഒനിയിലും ഈ പറയുന്ന അബിയും പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ. പിന്നെ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആദ്യം മുതലേ ഇവരിരുന്ന് പ്ലാനിങ് ആണ്. നമുക്കറിയാം ഇവരുടെ പ്ലാനിങ് എവിടം വരെ പോകുമെന്നുള്ളത്. പക്ഷെ പ്രതികരിക്കും. ഇവരിപ്പം ജിസേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്, അതുപോലെ ആര്യനെതിരെയും തിരിഞ്ഞിട്ടുണ്ട്. അത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ജിസേൽ ഇപ്പൊ അനീഷിന്റെ കൂടെ ചേരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ജിസേലിന് ഈ ആര്യനേക്കാൾ ചിന്തിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് രണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോഴും ജിസേലിന് ഒരു കാര്യം മനസ്സിലായി, അനീഷിന്റെയും ഷാനവാസിന്റെയും കോംബോ നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ട് എന്നുള്ളത്. ഇവരുടെ കോംബോ നെഗറ്റീവ് ആണെന്ന് ഈ ഗസ്റ്റുകളാണെങ്കിലും മറ്റുള്ളവർ പോയപ്പോഴാണെങ്കിലും പറഞ്ഞു കേട്ട് മനസ്സിലായി, ഈ ആര്യന്റെയും ഈ പറഞ്ഞ ജിസേലിന്റെയും. അപ്പൊ എങ്ങനെയെങ്കിലും ഇനി അനീഷുമായിട്ട് ഒരു കോംബോ പിടിക്കണം. എന്ന് വെച്ചാൽ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയണ്ട ജിസേൽ പറയൂ. ലാലേട്ടൻ തന്നെ ഭയങ്കര ആവേശമാണ് ജിസേലിനെ വിളിക്കുമ്പോൾ. ആവേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇത്രയും സീസണുകളിൽ ലാലേട്ടൻ ഇങ്ങനെ ഒരു ആവേശത്തോടു കൂടി ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുന്നത്. ജിസേൽ എന്ന് വിളിച്ചാല് മൊത്തം മുഴുക്കത്തില്ല, അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. അപ്പം ആ ജിസേലിന് ഒരു ആഗ്രഹം, ഈ അനീഷുമായിട്ടൊന്ന് കോംബോ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒന്നും കൂടി ഒന്ന് പിടിച്ചു നിൽക്കാമല്ലോ, കുറച്ച് ദിവസം കൂടി ഒന്ന് പിടിച്ചു നിൽക്കാം, അനീഷിനെ ഇതുപോലെ വലയിലാക്കാമെന്നാണ്. അനീഷ് ആരാണ് മോൻ? അപ്പൊ അതിനെ കുറിച്ച് ഒരു സംസാരം നടക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. അനീഷ് തേച്ചൊട്ടിക്കുന്നുണ്ട്. ജീവിതം നമുക്ക് അടിപൊളിയാക്കാം. അത് വിട്ടില്ല. അത് നിങ്ങൾ പറ ഇഷ്ടം കൂടും, അപ്പൊ ഞാൻ വിടും. ഷാനവാസിനോട് എല്ലാം ഇഷ്ടം വിട്ടല്ലോ, കൂടിയല്ലോ. പിന്നെ ഇഷ്ടം ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ എന്റെ കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ആകണ്ട. അനീഷ് എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അനീഷിന് അറിയാം, അനീഷിന്റെ അടുത്താണ് ഇവരുടെ കളി. അനീഷിനെ ശരിക്കും അവിടെ മനസ്സിലാക്കിയതായിട്ട് ആരുമില്ല. ഈ പറയുന്ന ഷാനവാസ് പോലും ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ടാണ് എന്നൊക്കെയാണ്, ശരിയാണ് അവർ തമ്മിൽ. എന്നാലും അനീഷിനെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ഷാനവാസിന് പോലും കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ജിസേല് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, നമുക്കിങ്ങനെ ഡാൻസ് ആടിക്കൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്യാം, അതുപോലെ ഷാനവാസിനെ മാത്രമേ ഫ്രണ്ട് ആക്കത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ അടുത്തോട്ട് കൂടുന്നുണ്ട്. അപ്പോഴേ മനസ്സിലാകുന്നുണ്ട് അനീഷിന്റെ കാര്യങ്ങളൊക്കെ. അനീഷിന്റെ മുഖം കണ്ടാലും ആ പെർഫോമൻസ് കണ്ടാലും നമുക്ക് മനസ്സിലാവും. എന്നോട് ഇഷ്ടം കൂടാമോ കൂടാമോ കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ. അത് ശരിയല്ല. ഇനി പറയാനേ കൂടും. പിന്നെ ഞാൻ വിട്ടേ പറ. അനീഷ് നാണം വരുന്നുണ്ടോ? കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ. കൂടാന്ന് പറയണമെന്ന് അനീഷോട് പറഞ്ഞു. കൂടാമെന്ന് പറയാന്ന് അനീഷ് അല്ലേ മോൻ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അനീഷിന് അറിയാലോ കാള വാല് വെക്കുമ്പോഴേ എന്തോത്തിനുള്ളതാന്നുള്ളത്. എന്നുവെച്ചാൽ അനീഷ് ഇതൊക്കെ പഠിച്ച് നല്ല അരച്ചു കുടിച്ചിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ ഒന്നും കളി നടക്കാതിരുന്നത് ഈ അനീഷിനോട് മാത്രമാണ്. ബാക്കിയുള്ളവരുടെ ഒരു ഗെയിമും ബാക്കിയുള്ളവരുടെ ഗെയിമുകളെല്ലാം പരാജയപ്പെട്ടു പോയത് ഈ അനീഷിന്റെ മുന്നിൽ തന്നെയാണ്. പിന്നെ ഷാനവാസ് ആദ്യം വരുമ്പോൾ മുതലേ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫ്രണ്ട്ഷിപ്പ് ആയി പോയതാണ്. അതിലൊരു കോംബോ ഉണ്ടായെന്നതാണ്, അത് യാഥാർത്ഥ്യമാണ്.
യഥാർത്ഥ സ്നേഹിതന്മാരാണ് രണ്ടുപേരും. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനും സംസാരിക്കാനും ഒക്കെ, ഫ്രീ ആയിട്ട് സംസാരിക്കാനും ഒക്കെ രണ്ടുപേർക്കും വിശ്വസിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ആ ബോണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു കണ്ടന്റിന് വേണ്ടി അനീഷിനെ യൂസ് ചെയ്യുവാണ് എന്നുള്ളത് അനീഷിന് കൃത്യമായിട്ട് അറിയാം. എന്നാലും അനീഷ് അവിടെ ഇത് എവിടെ വരെ പോകും എന്ന് നോക്കാൻ വേണ്ടിയുള്ള നിൽപ്പാണ്. ആലോചിക്കട്ടെ. ഇങ്ങനെ ആലോചിക്കണമെങ്കിൽ പ്രപ്പോസൽ ചെയ്താണ് ഇനി ഓർക്കാൻ എത്ര സമയം എടുക്കും? ആലോചിക്കട്ടെ. ഇങ്ങനെ വിഷമിക്കാനില്ല. ഇങ്ങനെ ആലോചിക്കാനുള്ള ഞാൻ നിങ്ങൾ 2 ദിവസം കൊടുക്കുന്നുണ്ട്. 2 ദിവസം 2 ദിവസത്തിൽ നിങ്ങൾ ആലോചിച്ച് പറ, ഞാൻ ഇഷ്ടം കൂടുമോ ഇല്ലോ, ഇഷ്ടം കൂടത്തില്ല. ഇഷ്ടം കൂടത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾ മിണ്ടത്തില്ല ഈ മൊത്തം സീസൺ. മനസ്സിലായോ ഇല്ലേ? പറയൂ. ഇത്തിരി കൺഫ്യൂസിങ് ടോപ്പിക്കാണ്. കുറച്ച് സമയം വേണം എനിക്ക്. ഒരു ഫ്രണ്ട്ഷിപ്പ് ആകാൻ കൺഫ്യൂസിങ് ടോപ്പിക്കാ? അതെന്താ അങ്ങനെ? നിങ്ങൾ എന്നെ റിജക്ട് ചെയ്യുവാണ്. ഒരു ഫ്രണ്ട് ആകാൻ എനിക്ക് യോഗ്യത ഇല്ല, അതാണോ പറയണത്? എന്നെ എന്താണ് റിജക്ട് ചെയ്യുകയാണോ, എന്നെ ഡിപ്രഷനിലൊന്നും വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുകയാണ്. ഇത് മറ്റൊന്നിനുമല്ല, ഇവ സൺഡേയിൽ നടക്കാൻ പോകുന്ന കാര്യം, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നടക്കാൻ പോകുന്ന കാര്യം. ലാലേട്ടൻ വന്നിട്ട് അനീഷ് ഷാനവാസിനോട് മാത്രമേ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കൂടുകയുള്ളൂ, ജിസേല് പാവമല്ലേ, ആ ജിസേലിനോട് കൂടി ഒന്ന് ഫ്രണ്ട്ഷിപ്പ് കൂടിക്കൂടെ, ഒന്ന് പറഞ്ഞുകൂടെ, ആ പാട്ടിനൊരു മറുപടി കൊടുത്തുകൂടെ എന്നുവെച്ചാൽ ലാലേട്ടനും ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് ഇതൊക്കെ പറയാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും അനീഷ് പറയുന്നുണ്ട് എനിക്ക് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവ പറയുന്നത് ഞാൻ ഈ സീസൺ മൊത്തം നിങ്ങളോട് മിണ്ടത്തില്ല, നിങ്ങൾക്ക് 2 ദിവസം ടൈം തരാം എന്നൊക്കെ. അത് പറഞ്ഞ് ആ 2 ദിവസം ഒന്നും എനിക്ക് പോരാന്ന്. അപ്പൊ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് 50 ദിവസം പോരെ ഞങ്ങളെ മനസ്സിലാക്കാനെന്ന്. അത് പറഞ്ഞ് എനിക്കിതൊരു കൺഫ്യൂസ്ഡ് ടോപ്പിക്കാണ്, ഞാനത് ആലോചിച്ച് തന്നെ ഞാൻ തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കഠിനമായിട്ടുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കില്ല. അയ്യോ അനീഷ്, ഞാൻ എങ്ങനെ ഡിപ്രഷനിൽ കയറി വെക്കാണ്ടേ? ഞാൻ ഡിപ്രഷനിൽ പോകും. നിങ്ങളിങ്ങനെ ഇവിടെ ആരോ ഉള്ളി പൊളിക്കുന്നുണ്ട്. ഉള്ളിയല്ല, എന്റെ മനസ്സിലുണ്ട്, ചങ്കിലാണ് ഉള്ളി പൊളിക്കിടുന്നത്. അതുകൊണ്ട് ചങ്കിന്ന് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരണു. 50 ദിവസം നിങ്ങൾക്ക് മതിയായില്ല. നിങ്ങൾ എത്ര കഠോര. എന്റെ ചങ്കിലാണ് കൊണ്ടത്, ചങ്കിലാണ് പഠിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ചങ്ക് പറഞ്ഞു ഒരാള് ഹോസ്റ്റ് ചെയ്യാൻ വന്ന ഒരാള് ചങ്ക് പൊട്ടിയാ വന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് തന്നെ. പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനത്തെ വർത്തമാനത്തിലൊക്കെയാണ് അവിടെ ഒരാൾ ഹോസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ജിസേലിനോട് ഇങ്ങനെ സോഫ്റ്റ് കോർണർ ഒക്കെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ചങ്ക് പൊട്ടിയിൽ വീണ് പോയ ഒരാളാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആ പുള്ളിക്ക് ഒഴിച്ച് ഈ ആര്യന്റെ കാര്യം പറഞ്ഞതുപോലെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല വെളിയിൽ മൊത്തം നെഗറ്റീവ് അടിച്ച് കിടക്കുക എന്നുള്ളത്. പക്ഷെ ആര്യന് മനസ്സിലായിട്ടില്ല അകത്ത് മൊത്തത്തിൽ നെഗറ്റീവായിട്ട് കിടക്കുവാന്ന്. എനിക്കത് സാമ്യം തോന്നുന്നു, ഇതിലൊരു സാമ്യം തോന്നുന്നു. എന്തായാലും ഈ കളിയൊന്നും അനീഷിനോട് നടക്കത്തില്ല. അനീഷിനോട് എന്നിട്ട് വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഒരു സുഹൃത്ത് മതി നിങ്ങൾക്ക് ഈ വീട്ടിൽ, മനസ്സിലായോ? അപ്പൊ ഡിസൈഡ് ചെയ്യ്. ഡിസിഷൻ നോ ഡൗട്ട് ഷാനവാസ്. വെള്ളം പോകുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു ആക്ടിങ് ആണ്, അത് ചുമ്മാ തമാശ കാണിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ ജിസേല് ഒരു ഡയലോഗ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു ഫ്രണ്ട് മതി എന്ന് ഉടനെ അനീഷ് പറയുന്നുണ്ട് മതി. അത് പറയുന്നു അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണമെന്ന്. അത് ഷാനവാസ് അതോടെ കാറ്റുപോയി. എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് കൂടണം, അനീഷിനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കണം, ആരിനെ കൊണ്ട് നടക്കുന്ന പോലെ വാലി കൊണ്ട് നടക്കണം, ജിസേല് പറയുന്നതെല്ലാം അനുസരിക്കാൻ, അല്ലെ ജിസേല് പറയുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാള്, വേറെ ആളെ നോക്കണം. ജിസേല് നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് പേരെ കണ്ടു കാണും. അതുപോലെ ഈ പറയുന്ന ലാലേട്ടൻ വന്ന് അവിടെ ചങ്കേന്ന് വിളിക്കും, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ കണ്ടു കാണും. പക്ഷെ അനീഷിനെ പോലുള്ളവരെ കണ്ടു കാണത്തില്ല. അനീഷ് ഒരിക്കലും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും അനീഷിനെ കിട്ടത്തുമില്ല. ഒരിക്കലും ജിസേലിന്റെ സ്വഭാവം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആളാണ് ഈ പറയുന്ന അനീഷ്. അപ്പൊ അനീഷിനോട് ഈ കളി ഒന്നും നടക്കത്തില്ലെന്ന് ജിസേലിന് ഇന്നത്തെ ആ ഡയലോഗോട് കൂടി മതിയായി. എന്നുവെച്ചാൽ മനസ്സിലായി ഇനി രക്ഷയില്ല എന്നുള്ളത്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ ഒരു സംഭവം നടന്നു. അപ്പോഴും പോയിട്ട് അനീഷിനെ ചുമ്മാ തട്ടി അനീഷിനെ ചേരാൻ, ഇപ്പൊ ഈ ജിസേലിനെ പറ്റി പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ലാലേട്ടൻ ഇത് തന്നെ പറയുകയും ചെയ്യും, ചോദിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടം കൂടിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആക്ടിങ് ഒക്കെ നടത്തുന്നത്. ഇന്ന് വൈകിട്ട് നടന്ന ഒരു ആക്ടിങ്, അതും ഈ പറയുന്ന പോലെ അവിടെ പോയി ഇന്ന് ചുമ്മാ ഇരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അനീഷിനെ പിടിച്ചിങ്ങനെ തള്ളുകയാണ്. ഇത്രയല്ലേ നമ്മൾ കൊടുക്കുന്ന ചായ, അപ്പൊ ഇത്രയും വെച്ചിട്ട് 4 തവണ ഇത്ര വെള്ളം ഒഴിക്കണം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവിടെ അനീഷിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ഇങ്ങനെ പോയിട്ട് അത് സ്നേഹപ്രകടനം എന്ന് നമ്മൾ പറയും. ഈ പ്രകടനങ്ങളൊക്കെ നടത്തിയാണ് ഒരുത്തനെ ഇപ്പൊ വാലി കൊണ്ട് നടക്കുന്നത്. അതുപോലെയാണ് വേറൊരാളെ വാലി ചൂട്ടിക്കൊണ്ട് നടന്നത്, അക്ബറിനെ.
അതുപോലെ തന്നെ ആര്യൻ ഇപ്പൊ ഫുൾ ടൈം അടിമയാണ്. പിന്നെ അക്ബർ പിന്നെ അത്രയ്ക്ക് അടിമപ്പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാലും ആ ജിസേലിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ ഒരു ഭയമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ജിസേൽ എല്ലാം വിളിച്ചു പറയും. ജിസേലിനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ജിസേലിന്റെ കാപ്പിപ്പൊടി എടുത്ത് ഫുഡ് കഴിച്ചതും അതും ഇതും ജിസേൽ ഒരുമാതിരിപ്പെട്ടതൊക്കെ എടുത്ത് പൊട്ടിക്കും. അത് അക്ബറിനറിയാം. അതുകൊണ്ടാണ് അക്ബർ നൈസായിട്ട് അവിടെ വഴുതി നടക്കുന്നത് ഈ ജിസേലിന്റെ കാര്യത്തിൽ. ജിസേലിനെ കണ്ടാൽ ഈ ശൈത്താൻ കുരിശ് കണ്ട പോലെയാണ് അക്ബറിന്. എന്നുവെച്ചാൽ ഇപ്പോഴും ജിസേൽ എന്തെങ്കിലും മാറ്റർ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അക്ബറിന് നാക്കൊണ്ടോ നമ്മൾ തപ്പി നോക്കണം, നമുക്ക് കാണാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ഈ പറയുന്ന ഒനിയിലാണെങ്കിലും അബി ആണെങ്കിലും അവരൊക്കെ പ്രതികരിക്കുന്നു, അവരെല്ലാം പ്രതികരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെല്ലാം പ്രതികരിക്കും. പക്ഷെ ഈ പറയുന്ന അക്ബർ മാത്രം പ്രതികരിക്കത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നാക്ക് ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിലായി പോവും. ആ സമയത്ത് മിണ്ടിപ്പോയ ജിസേല് ബാക്കിയുള്ള കഥകൾ കൂടെ ഇങ്ങനെ വിവരിക്കും. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ ഒനിയിലും അബിക്കും മനസ്സിലായ കാര്യം സത്യമാണ്, അടിമയാണ് ഈ പറയുന്ന ആര്യൻ, പക്ക അടിമ. അതുപോലെ തന്നെ അനീഷിനെ വളയ്ക്കാനെന്നേ ഞാൻ പറയത്തുള്ളൂ, ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടണം എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ഒരു ജിസയില്. പക്ഷെ അത് നല്ല കാര്യത്തിനല്ലെന്ന് നമുക്ക് പ്രേക്ഷകർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കണ്ടന്റ് എന്നുള്ള ഉപയോഗിക്കാനാണ്. അനീഷ് നമ്മളെക്കാൾ ബുദ്ധി പഠിച്ച ആളാണ്. അനീഷിന് അത് നേരത്തെ മനസ്സിലായി. അനീഷ് അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ അനീഷിന്റെ അടുത്ത് ഒരു ടോം ആൻഡ് ജെറി കളിക്കാൻ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.